ദേ നോ, നേർച്ച എന്നോണം പുറത്തുള്ള പലഹാരം അത് ഭദ്രമായി മൂടി വെച്ചിട്ടുണ്ട്. പണം ഇനി ഇതേ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അവളുടെ കുഞ്ഞു പോയെന്നറിയുമ്പോ മോൾ ഇങ്ങോട്ട് വരും. ആ സമയത്ത് മൂക്കം കൊടുക്ക. സൂപ്പർ. ഒരു ദിവസം മുഴുവൻ ഇലക്കകത്തിരുന്ന് തണുത്തപ്പോഴുണ്ടല്ലോ എല്ലാം ഒന്ന് സെറ്റായി. ഒന്ന് കഴിച്ചു നോക്കിയേ. ശർക്കര ആയതുകൊണ്ട് പഞ്ചസാരയുടെ അസുഖം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പഞ്ചസാര വെള്ള വിഷമാണെന്നാ പറയുന്നത്. പിന്നെ എന്തിനാണോ എന്തോ ഇതൊക്കെ വിൽക്കുന്നത്? ഗവൺമെന്റ് ഇതങ്ങ് നിർത്തിക്കൂടെ? മദ്യം വിഷമാണെന്ന് പറഞ്ഞിട്ടില്ലേ അത് വിൽക്കുന്നേ? വേണ്ട 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 വേണ്ട. നിനക്ക് രുചി പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ നീ ഗണപതിയാ. ഒറ്റയിരിപ്പിനെ നീ മൊത്തം തീർത്ത് കളയും. അത് തന്നെ എനിക്ക് പറയാനുള്ള. അമ്മയുടെ സ്വഭാവം തന്നെ എനിക്കും കിട്ടിയിരിക്കുന്നത്. അമ്മ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പിന്നെ ആശുപത്രി കൊണ്ട് ഓടണമല്ലോ. അവളുടെ കുഞ്ഞു പോകുന്ന സമയത്തെ ഞാൻ ആശുപത്രിയിലായാലും കുഴപ്പമില്ല. അപ്പൊ അവള് കിടക്കുന്ന ആശുപത്രിയിലെ എന്നെ കൊണ്ട് കിടത്താലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവളുടെ കരച്ചിൽ കയറി കാണാലോ. അതുള്ള ഞാൻ എന്തായാലും കൂടുതലൊന്നും കഴിക്കത്തില്ല. കൊച്ചു വരുമ്പോ കൊടുക്കണ്ടേ? നിന്റെ കെട്ടിയോളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് അവിടെ മൂത്ത മോളെ കാണാൻ പോയി. അപ്പൊ ഒരെണ്ണം അവളുടെ ഇളയ മൂക്ക് കൊടുക്കാൻ അവൾ എടുത്തില്ലല്ലോ. എടുക്കത്തില്ല. അവിടെ കണ്ണനുള്ളതുകൊണ്ട് ഇനി അവക്ക് അങ്ങോട്ട് പോകാൻ മടിയായിരിക്കും അമ്മേ. എന്ന് മാത്രമല്ല, മകളെ വളർത്തി വഷളാക്കിയവളായതുകൊണ്ട് മിക്കവാറും ദുർഗ ഇവളവിടെ ചെല്ലുമ്പോഴത്തേക്ക് സംഹാര ദുർഗയാവും. മിക്കവാറും ചൂട് വെള്ളം അവളുടെ മുഖത്തോട്ട് കോരി ഒഴിക്കും. ഇപ്പോഴും മറ്റാരേക്കാളും അധികാരത്തോടെ അവിടെ കയറി ചെല്ലാൻ പറ്റുന്നവളാണ് മോഹിനി, നമ്മളെക്കാളും. അതെങ്ങനെ? മണ്ട, അവളുടെ പേരിലായില്ലേടാ തറവാടിന്റെ പകുതി ലക്ഷ്മിയുടെ. അപ്പൊ പിന്നെ കണ്ണനെ പോലെ ആ വീട്ടിൽ അവൾക്കും അധികാരമില്ലേ? അത് ശരിയാ. ഇനി അധികാരം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാലേ കണ്ണൻ അവിടെ ഉള്ളതുകൊണ്ട് ദുർഗയ്ക്കും കരുണമോക്കും ഒക്കെ അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിക്കും. പ്രതാപ, തേനിന്റെ ചെറിയൊരു സ്വാദുണ്ടോ ഈ പലഹാരത്തിന്? നീ ഇതിനകത്ത് തേൻ പുരട്ടിയായിരുന്നോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ അതിനകത്തുള്ള പലഹാരത്തിനകത്ത് തേൻ കലർത്തിയത്? എന്നാ പിന്നെ എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ പ്രതാപ, ഉടനെ തന്നെ അമ്മ മോൾക്ക് പലഹാരമായിട്ട് ചെല്ലും. പിന്നെയാ അവളുടെ മോള് കിടന്ന് നെട്ടോട്ടം ഓടാൻ പോകുന്നേ. ശരിയാ. ലക്ഷ്മിക്ക് പലഹാരം കൊടുക്കുമ്പോ ആ കൂട്ടത്തിൽ അവളും കൂടെ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു. അവളും പിന്നെ ഓട്ടമായിരിക്കും. അവിടെ ഇപ്പൊ 4 പേരാ ഉള്ളത്. അവരോടട്ടടാ, ശ്വാസം മുട്ടിക്കിടന്ന് ഓടട്ടെ. ആ സമയത്ത് ചിലപ്പോ ലക്ഷ്മി ആശുപത്രി കൊണ്ടുപോകാൻ പോലും ആനന്ദൂനോ അവന്റെ കെട്ടിയൊക്കെ പറ്റിയില്ലെന്ന് വരും. അങ്ങനെയാണെങ്കിലേ കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും അപകടം പറ്റും. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാൽ മാത്രമേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതിരിക്കും. ആ കാട്ടുവൈദ്യം പറഞ്ഞതേ ഇത് കുഞ്ഞിനെ കളയാൻ വേണ്ടി മാത്രമുള്ളതാണെന്നാ. പക്ഷെ ഈ കുഞ്ഞു പോകുന്ന സമയത്ത് ഒരു മരണവെപ്രാളം ഇല്ലയോടാ. ആ സമയത്ത് അവളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ വാശക്കേടാകും. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും ഇവിടുന്ന് തലയെടുപ്പോടെ പോയുള്ളൂ. തല താഴ്ത്തി കരഞ്ഞ് കരങ്ങിയ കണ്ണുമായിട്ട് വേണം ഇവിടെ വരാൻ. എനിക്കത് കഴിച്ചോ സൂപ്പറായിട്ടുണ്ട്.